സാറേ. ആ എടോ മാണിക്കുഞ്ഞ്, താനത് കേൾക്കുന്നുണ്ടോ? നമ്മൾ എത്ര കാര്യപ്പെട്ട സ്ഥലത്തേക്കാ ഇയാളെ വിളിക്കുന്നത്, പക്ഷെ വരാൻ പറ്റില്ല പോലും. മാഡം, എന്തിനാ വെറുതെ സാറിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നമുക്ക് പോയിട്ട് വന്നൂടെ? എങ്ങോട്ട്? ആ അത് ശരി. സാറ് ഇതുവരെ സ്ഥലമൊന്നും പറഞ്ഞില്ലേ? എടോ അത് പിന്നെ ഞാൻ... ഓ, എന്തോന്ന് സാറേ ഇത്? നമ്മൾ വിശേഷപ്പെട്ട അമ്പലത്തിലേക്കാണ് പോകുന്നു പറഞ്ഞാ ഗാഥമാട എപ്പ സംഭവിച്ചു എന്ന് പറഞ്ഞാ പോരെ? ഇവിടെ അടുത്തേ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രമുണ്ട്. അങ്ങോട്ടാ സാറ് വിളിക്കുന്നേ. ആ, അങ്ങോട്ട് പോകുന്നു പറഞ്ഞുകൊണ്ടാണ് മുത്തശ്ശി സമ്മതിച്ചു തന്നെ. മാണിക്കുഞ്ഞെ, വെറുതെ എന്നോട് കള്ളം പറയരുത്. രണ്ടുപേരും കൂടി എന്നെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? എടോ, തന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാ തന്നെ എന്തോ തട്ടിക്കൊണ്ടു പോകാനായിട്ട് നമ്മളെന്തോ പ്ലാൻ ചെയ്ത പോലെയാണ് താൻ പറയുന്നത്. അല്ല, നമ്മൾ ഭാര്യയും ഭർത്താവല്ലേ? നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? എന്റെ പൊന്നു മാഡം, ആദ്യമൊക്കെ ഉണ്ടല്ലോ ഈ നവീൻ സാറിനോടെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞാലേ സാറ് കേൾക്കത്തില്ലെന്നേ. ഇനിയിപ്പൊ നിർബന്ധിച്ചാൽ തന്നെ അമ്പലത്തിൽ പോവേണ്ടി വന്നാലും അവിടെ ചെല്ലുമ്പോഴേക്കേ സാറ് വണ്ടിയിലിരിക്കും. കുറെ വഴിപാട് നടത്താനേ എന്നെ അയക്കുകയും ചെയ്യും. ആ, കുറെ വഴിപാടുകൾ നടത്താതെ വിട്ടിട്ടുണ്ട് അല്ല സാറേ? എടോ, ഇനി താൻ അതൊക്കെ പറഞ്ഞ് കൊളവാക്കിക്കോ. എന്തായാലും ഒരു കാര്യം ചെയ്യേ, അമ്പലത്തിൽ പോകാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നവീൻ പോയിട്ട് വരൂ. എനിക്ക് എന്തായാലും വരാൻ താല്പര്യമില്ല. മാണിക്കുഞ്ഞ്, എടോ, ഗാഥ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കള്ളം പറഞ്ഞ് ഇയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. അല്ല മോളെ, അവൻ പറയുന്നത് സത്യോ? ശിവക്ഷേത്രത്തിൽ പോണോന്നും പറഞ്ഞ് അവൻ മുത്തശ്ശിയോട് അനുവാദം വാങ്ങിച്ചതാ. അതെ അമ്മേ. അമ്പലത്തിലേക്കല്ലേ? പോയിട്ട് വാ കുട്ടി. അതല്ല അമ്മേ. ശരിയാ, 41 ദിവസത്തെ വ്രതം നടക്കുമ്പോ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയ്ക്ക് അകലം പാലിക്കണമെന്ന് സിദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം പരസ്പരം നോക്കിക്കൂടുന്നോ കണ്ടുകൂടുന്നോ ഒന്നുമല്ല. ഇത്രയും മുതിർന്ന നിങ്ങളോട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യവും ഇല്ല. പിന്നല്ലാതെ. പോയിട്ട് വാ. പിന്നെ നിന്നോടാ, മോളെയും കൂട്ടി ഇവിടുന്ന് പോയാൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാ നേരെ ഇങ്ങോട്ട് തന്നെ പോന്നേക്കണം. അല്ലാതെ വേറെ ടെൻഷനൊന്നും ഉണ്ടാക്കി വെച്ചേക്കരുത്, കേട്ടല്ലോ?